ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. റൂമിലിരിക്കുന്ന രോഹിതിന്റെ ഫോണിലേക്ക് വിളിച്ച അലീന പറയുന്നു, ഞാൻ അലീനയാ. രോഹിത് ചോദിക്കുന്നു, ഫോൺ വെച്ചിട്ട് പോടി പുല്ലേ, നീ എന്നെ ഫോണിൽ വിളിക്കുന്നു, നീ ആരാ? അപ്പോൾ അലീന പറയുകയാണ്, രോഹിത് ഫോൺ കട്ട് ചെയ്യരുത്, കട്ട് ചെയ്താൽ നിന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് ഞാൻ നിന്റെ റൂമിൽ കയറി വരും. അപ്പോൾ രോഹിത് പറയുകയാണ്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കയറി വാടി. അലീന പറയുന്നു, വരുമെന്ന് അലീന പറഞ്ഞാൽ വരും രോഹിത്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോണ്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ അതായിരിക്കും മോന് നല്ലത്. രോഹിത് ചോദിക്കുന്നു, നിനക്ക് എന്നോ കോപ്പാടി എന്നോട് പറയാനുള്ളത്? അപ്പോൾ അലീന പറയുകയാണ്, നീ ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കുക. നീ രക്ഷപ്പെട്ടെന്നാണോ നിന്റെ വിചാരം? എനിക്ക് ഏത് നിമിഷം വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാം. അന്ന് നീയും ഹരിയും കൂടി എന്നോട് ചെയ്തത് എന്താണെന്ന് നീ വിചാരിച്ചോ? ഒരു തവണ പോലീസിനോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് തിരുത്തി പറയാൻ പറ്റില്ലാന്ന് രോഹിത് പറയുന്നു. നീ അങ്ങോട്ട് ചെന്ന് പറയടി. അപ്പോൾ അലീന പറയുകയാണ്, പറയും, ആദ്യം ഇവിടെ പറയും. ഇന്ന് അത്താഴ സമയത്ത് ഊണുമേശയിൽ എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് പറയും. മനുവേട്ടനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് വേണ്ടപ്പെട്ട പലരോടും പറഞ്ഞിട്ടുണ്ട്. രോഹിത് പറയുന്നു, നീ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറ, മൈതാനത്ത് മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യടി. അലീന പറയുന്നു, ഓക്കെ, നിനക്ക് നന്നാകാൻ ഒരു ചാൻസ് നേരത്തെ തന്നു, നീ അത് അവഗണിച്ചു കളഞ്ഞു. രണ്ടാമതൊരു ചാൻസ് തരാൻ വേണ്ടിയാണ് പോലീസിനോട് സത്യം പറയാതിരുന്നത്. എന്നിട്ടും നീ നന്നാകാൻ നോക്കുകയല്ല, എന്നെ ഭീഷണിപ്പെടുത്തുക. രോഹിത് പറയുന്നു, അതെ, നിന്നെ ഭീഷണിപ്പെടുത്തുക. എന്നെ നന്നാക്കിയിട്ട് നീ ഈ വീട്ടിൽ സുഖമായിട്ട് കഴിയാമെന്ന് വിചാരിക്കണ്ടടി. അലീന പറയുന്നു, ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുക, ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് നീ അവസാനിപ്പിക്കണം. നിന്നെ അവൻ ജയിലിൽ കയറ്റി അടങ്ങത്തുള്ളൂ. ഇവിടെ ഞാനായതുകൊണ്ടാ നീ ഇപ്പം മാന്യനായിട്ട് വീട്ടിൽ നിൽക്കുന്നത്. നിനക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ, വീണ്ടും വിചാരം ഉണ്ടെങ്കിൽ, ഇതുവരെ സംഭവിച്ചതെല്ലാം മറക്കാം. നിന്നോട് ഞാൻ ക്ഷമിക്കാം. രോഹിത് ചോദിക്കുന്നു, നിന്റെ ക്ഷമ ആർക്ക് വേണമടി? എനിക്ക് നിന്റെ ക്ഷമയൊന്നും വേണ്ട. അലീന പറയുന്നു, അത് ശരി, മാറാൻ മനസ്സില്ല ഇല്ലാതെ രോഹിത് പറയുമ്പോൾ അലീന പറയുകയാണ്, എന്നാൽ ഇതൊന്ന് ശ്രദ്ധിച്ചു കേട്ടോ, ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പ് എന്റെ ഫോൺ എന്റെ കയ്യിൽ കൊണ്ടുതന്ന് എന്നോട് ക്ഷമ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഊണുമുറിയിൽ വെച്ച് കാണാം. രോഹിത് ചോദിക്കുന്നു, ഡൈനിങ് ടേബിളിൽ വെച്ച് നീ എനിക്കിട്ട് എന്നെ ഉണ്ടാക്കുമെന്നാടി. അലീന പറയുന്നു, നീയും ഹരിയും കൂടി ജ്യൂസിലെ മയക്കുമരുന്ന് കലക്കി തന്ന് എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചെന്ന് നിന്റെ അച്ഛനോടും അമ്മയോടും നിന്റെ അനിയത്തിമാരോടും മുത്തശ്ശിയോടും പറയും. ആ കാര്യത്തില് ഒരു സംശയവും വേണ്ട, ഓക്കെ? അങ്ങനെ അലീന ഫോൺ കട്ട് ചെയ്യുമ്പോൾ അലീനയെ ചീത്ത പിടിച്ച് ഫോൺ വലിച്ചെറിഞ്ഞ് ഭ്രാന്തെടുത്തതുപോലെ നിൽക്കുകയാണ് രോഹിത്. അലീന അടുക്കളയിൽ ജോലികൾ ചെയ്യുന്നു. വീണ്ടും അലീനയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് അടുക്കളയിലേക്ക് വരികയാണ് രോഹിത്. അലീന ദേഷ്യത്തോടുകൂടി രോഹിത്തിനെ നോക്കുമ്പോൾ അരികിലേക്ക് വന്ന് രോഹിത് പറയുന്നു, നിന്റെ ഫോണിന്റെ കാര്യം പറയാൻ വന്നതാ. ഇവിടുത്തെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഫോണ് അന്ന് ഹരി എടുത്തോണ്ട് പോയി. അലീന പറയുന്നു, കൊണ്ടുപോയെന്ന് എനിക്ക് മനസ്സിലായി, എവിടെയത്? രോഹിത് പറയുന്നു, ഹരി അത് പുഴയിലോട്ട് ഇറങ്ങി കളഞ്ഞു. വിഷമത്തോടുകൂടി അലീന ചോദിക്കുന്നു, സത്യമാണോ നീ പറയുന്നത്? അപ്പോൾ രോഹിത് പറയുകയാണ്, ഞാൻ കണ്ട കാര്യമാ പറഞ്ഞത്. അലീന പറയുന്നു, ആ ഫോണിന്റെ വില നിനക്കറിയില്ല, അതൊരു പുണ്യവസ്തു പോലെയാ ഞാൻ സൂക്ഷിച്ചത്. രോഹിത് പറയുന്നു, അതുപോലെ വേറൊരെണ്ണം വാങ്ങിത്തരാം. അപ്പോൾ അലീന പറയുകയാണ്, വേണ്ട, അതിന്റെ ആവശ്യമില്ല. നീ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി പറയുക, ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഇനിയും തുടർന്നു പോയാൽ പോലീസിന്റെ ഇടി കൊള്ളേണ്ടി വരും, നിനക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. രോഹിത് പറയുന്നു, അത് ഞാൻ നോക്കിക്കോളാം, വേറൊന്നും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ. അലീന പറയുന്നു, എന്നോട് കാണിച്ച അങ്ങേയറ്റത്തെ ദുഷ്ടപ്രവർത്തിക്ക് എന്റെ അടുത്തൊരു സോറി പറയാൻ പോലും നിനക്ക് തോന്നുന്നില്ലേടാ? രോഹിത് പറയുന്നു, നിർബന്ധമാണെങ്കിൽ പറയാം. അലീന പറയുകയാണ്, വേണ്ട, കുറ്റബോധവും സങ്കടവും ആശേഷം പോലും ഇല്ലാത്ത സോറി എനിക്ക് വേണ്ട. ഇത് കേട്ട് രോഹിത് അവിടെ വന്ന് പോകുമ്പോൾ പിന്നിൽ നിന്ന് അലീന പറയുന്നു, പക്ഷെ നീ പറയേണ്ടി വരും മോനെ, എന്റെ മുന്നിൽ മുട്ടുകുത്തി കാലിൽ പിടിച്ച് കരഞ്ഞ് നീ യാചിക്കും, എന്നോട് ക്ഷമിക്കണേ ചേച്ചിന്ന്. അങ്ങനെ ഒരു ദിവസം എഴുതി വെച്ചിട്ടുണ്ട് എന്റെയും നിന്റെയും ആയുസിന്റെ പുസ്തകത്തിൽ. ആ ദിവസം കടക്കാതെ ഞാനും നീയും ഈ ഭൂമിന്ന് പോകത്തില്ല. പിന്നീട് കാണിക്കുന്നത് രാവിലെ മനു ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് വരികയാണ്. ഗുഡ് മോർണിംഗ് അങ്കിളെ എന്ന് പറഞ്ഞ മനു അകത്തേക്ക് കയറി വരുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നു, ഹലോ മനു, നീ നേരെ ഇങ്ങി പോന്നോ അതോ വീട്ടിൽ പോയിട്ട് വന്നോ? മനു പറയുന്നു, ഏയ് ഞാൻ നേരെ. ഈ സമയം താഴേക്ക് ഇറങ്ങി വരികയാണ് രോഹിത്. ദേഷ്യത്തോടുകൂടി രോഹിതിനെ ഒന്ന് നോക്കിയിട്ട് മനു പറയുന്നു, ഞാൻ വീട്ടിൽ കയറിയിട്ടാ വന്നത്. ബാലചന്ദ്രൻ സംശയത്തോടുകൂടി അവരെ ശ്രദ്ധിക്കുകയാണ്. അരികിലേക്ക് വന്ന രോഹിതിനോട് മനു പറയുന്നു, നിന്നെ ഒന്ന് കാണണമായിരുന്നു. കാണാലോ ഇപ്പോൾ രോഹിത് പറയുമ്പോൾ മനു പറയുകയാണ്, ഇങ്ങനെയല്ല, കുറച്ച് വിശദമായിട്ട്. രോഹിത് പറയുന്നു, എനിക്ക് കോളേജിൽ പോണം. പൊയ്ക്കുവെന്ന് മനു പറയുമ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് രോഹിത് അവിടെ നിന്ന് പോകുകയാണ്. മനു ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുമ്പോൾ ഇത് കണ്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നു, എന്താണ് മനു പ്രശ്നം? മനു പറയുന്നു, ഒന്നുമില്ല അങ്കിളെ. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, എന്തോ ഒന്നുണ്ടല്ലോടാ. മനു പറയുന്നു, അവൻ എന്നെ കണ്ടിട്ടൊരു റെസ്പെക്ട് ഇല്ല. ഇത് കേട്ട് ബാലചന്ദ്രൻ പറയുകയാണ്, ഞാൻ വെറും ഒരു പൊട്ടനാണെന്ന് വിചാരിക്കല്ലേ മനു, ഞാൻ പലതും കാണുന്നു, പലതും കേൾക്കുന്നു. ഈ സമയം അവിടേക്ക് വന്ന വൈജയന്തി ചോദിക്കുന്നു, മനു നീ എന്താ ഈ വഴിയൊക്കെ? മനു ചോദിക്കുകയാണ്, ആന്റി ബാങ്കിലോട്ട് പോകാനുള്ള തിരക്കിലാണോ? വൈജയന്തി പറയുന്നു, അതെ. അലീന ചായ കിട്ടിയില്ല. അലീന പറയുന്നു, ദാ വരുന്നേ. വൈജയന്തിയുടെ അരികിലേക്ക് വന്ന് ചായ കൊടുത്തിട്ട് മനുവിനെ കണ്ട് സന്തോഷത്തോടു കൂടി അലീന പറയുന്നു, മനുവേട്ടാ ചായ തരട്ടെ? ആയിക്കോട്ടെ എന്ന് മനു പറയുമ്പോൾ വൈജയന്തി പറയുകയാണ്, നിന്നോട് എത്ര തവണ പറഞ്ഞു മനുവിനെ സാറെന്ന് വിളിക്കാൻ? മനുവേട്ടൻ നിന്നെ കൊഞ്ചിച്ചു വളർത്തിയ ആളല്ലേ? ഇത് കേട്ട് മനുവിനെ ഒന്ന് നോക്കിയിട്ട് അലീന ചോദിക്കുന്നു, മാഡത്തിന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? വൈജയന്തി പറയുന്നു, എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. അപ്പോൾ മനു പറയുകയാണ്, ആന്റി ഞാനാണ് അലീനയോട് പറഞ്ഞത് എന്നെ മനുവേട്ടാന്ന് വിളിച്ചാൽ മതിയെന്ന്. അവൾ എന്നെ ഈ സാർ എന്ന് വിളിച്ചപ്പോൾ എനിക്ക് ബോറായിട്ട് തോന്നി. വൈജയന്തി പറയുന്നു, തന്നെത്താൻ തരം താഴുന്നവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് കേട്ട്
പിന്നീട് വിഷമത്തോടു കൂടി മനുവിനെ ഒന്ന് നോക്കിയിട്ട് അലീന അകത്തേക്ക് പോവുകയാണ്. വൈജയന്തിയോടൊപ്പം അവിടേക്ക് ഇരുന്ന് മനു പറയുന്നു, അതെ ആന്റി, അലീനയ്ക്ക് റെസ്റ്റ് വേണം, 2 ആഴ്ചത്തേക്കെങ്കിലും പണി എടുപ്പിക്കരുത്. വൈജയന്തി പറയുന്നു, അവൾ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. മനു ചോദിക്കുന്നു, റെസ്റ്റ് എടുക്കുക എന്ന് വെച്ചാൽ ആന്റി വിചാരിക്കുന്ന അർത്ഥം പണി എടുപ്പിക്കുക എന്നാണോ? വൈജയന്തി ചോദിക്കുന്നു, ഇവള് കംപ്ലൈന്റ് ചെയ്ത നിന്റെ അടുത്ത് ഞാൻ പണി എടുപ്പിച്ചെന്ന? മനു പറയുകയാണ്, ആന്റി പണി കൊടുക്കും എന്നറിയാവുന്നത് കൊണ്ട് പറഞ്ഞതാ. വൈജയന്തി ചോദിക്കുന്നു, നീ ഇതിനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്, അവളുടെ വക്കാലത്ത് പിടിക്കാൻ? മനു പറയുന്നു, അതെ, അലീനെ കാണാനും അവൾക്ക് വേണ്ടി സംസാരിക്കാനുമാണ് ഞാൻ വന്നത്. ഇത് കേട്ട് വൈജയന്തി ചോദിക്കുകയാണ്, നിനക്കെന്താ അവളോട് ഇത്ര അടുപ്പം, ഇവിടുത്തെ വേലക്കാരിയോട്? മനു പറയുന്നു, അത് ആന്റി മറന്നു പോകുന്നത്, ഞാനാണ് അലീനെ ഇവിടെ എത്തിച്ചത്. അവൾക്കൊരു ആപത്ത് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ അവളുടെ ബൈസ്റ്റാൻഡറും ഞാനായിരുന്നു. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യും. ആന്റിക്ക് അതിൽ എന്താണ് വിഷമം? വൈജയന്തി ചോദിക്കുന്നു, ഞാൻ അവളെ അങ്ങ് പറഞ്ഞയച്ചാൽ നീ എന്ത് ചെയ്യും? മനു പറയുകയാണ്, എളുപ്പമായി, പറഞ്ഞയക്കുന്ന ദിവസം എന്നെ ഒന്ന് അറിയിച്ചാ മതി, ഞാൻ കാറുമായിട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. വൈജയന്തി ചോദിക്കുന്നു, എങ്ങോട്ട് കൊണ്ടുപോകും നീ? മനു പറയുകയാണ്, അത് ആന്റി അറിയേണ്ട കാര്യമില്ല. ആന്റിക്ക് വേണ്ടാതെ ഉപേക്ഷിക്കുന്ന ഒരു സംഗതി ആരെടുത്തു എന്ത് ചെയ്തു എന്ന് ആന്റി അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇത് കേട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വൈജയന്തി ചോദിക്കുന്നു, നീ എന്നോട് യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണോ? മനു ചോദിക്കുന്നു, എനിക്കെന്താ വട്ടുണ്ടോ എന്റെ സ്വന്തം ആന്റിയോട് യുദ്ധം ചെയ്യാൻ? വൈജയന്തി പറയുന്നു, എനിക്കറിയാം മനു, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനു പറയുന്നു, ആന്റിക്ക് കുറെ അധികം തെറ്റിദ്ധാരണകളുണ്ട്, അതിലൊന്നാണിത്. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടു കൂടി റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ് വൈജയന്തി. ഇതെല്ലാം ശ്രദ്ധിച്ച് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ. ഈ സമയം ചായയുമായി മനുവിന്റെ അരികിലേക്ക് വരികയാണ് അലീന. ചായ വാങ്ങിച്ച് താങ്ക്സ് എന്ന് പറഞ്ഞ മനു ചായ കുടിക്കുന്നു. തുടർന്ന് മുത്തശ്ശിയുടെ റൂമിലേക്ക് വരികയാണ് അലീന. മുത്തശ്ശി ചോദിക്കുന്നു, മനു വന്നിട്ടുണ്ടോ മോളെ? അലീന പറയുന്നു, ഉണ്ട്, ചായ കുടിച്ചോണ്ടിരിക്കുക. അവൾ മുത്തശ്ശി പറയുകയാണ്, അവന്റെ സ്വരം ഞാൻ കേട്ടു, എനിക്ക് തോന്നി അവനാണെന്ന്. അവൻ ഉടനെ പോകുമോ? അലീന പറയുകയാണ്, മുത്തശ്ശിയെ കാണാണ്ട് പോകുമോ? കൊള്ളാം. അങ്ങനെ അലീന ബാഗിൽ നിന്നും മരുന്നെടുത്ത് കഴിക്കുകയാണ്. നേരത്തെ കഴിക്കേണ്ടതായിരുന്നു, മറന്നുപോയി. അങ്ങനെ അലീന പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർക്കുമല്ലോ, നിന്റെ കാര്യം മാത്രം മറക്കുന്നതെന്താ? അലീന പറയുന്നു, തല്ല് കൊള്ളാഞ്ഞിട്ടായിരിക്കും. അത് തന്നെയാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ പുഞ്ചിരിച്ച മുത്തശ്ശിയെ നോക്കുകയാണ് അലീന. വാതിൽ തുറന്ന് അവിടേക്ക് വന്ന മനു ചോദിക്കുന്നു, മേ കമിൻ? മുത്തശ്ശി സന്തോഷത്തോടു കൂടി മനുവിനെ നോക്കുമ്പോൾ അലീന പറയുകയാണ്, അയ്യോ എന്തൊരു ഫോർമാലിറ്റി. അരികിലേക്ക് വന്ന മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മനു സൗദാമിനി സൗദാമിനി സൗദ എന്നൊക്കെ വിളിക്കുകയാണ്. മുത്തശ്ശി പറയുന്നു, കേട്ടോടി വിളിക്കുന്നത്, ഇവന്റെ ഇളയതിനെ വിളിക്കുന്നത് പോലെ. മുത്തശ്ശിയാ ഞാൻ അവന്റെ. അലീന പറയുന്നു, മുത്തശ്ശിയെ കൊഞ്ചിക്കലല്ലേ? മുത്തശ്ശി പറയുന്നു, നീ നിന്റെ ഇഷ്ടം പോലെയൊക്കെ വിളി. മനു പറയുകയാണ്, സന്തോഷിച്ച് കിടക്കുകയാണല്ലേ, പോയെന്ന് കരുതിയാണേ തിരിച്ചു കിട്ടിയല്ലോ. മുത്തശ്ശി പറയുന്നു, ഇവിടെ തിരിച്ചു വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നുടാ, ഞാനേ മുകളിൽ വിളിച്ച് പറഞ്ഞായിരുന്നു തിരിച്ചു തന്നേക്കാൻ. വഴിപാട് നേർന്നു. നമ്മളെ നോക്കാനും നമ്മളോട് സ്നേഹത്തോടെ വർത്താനം പറയാനും ആരുമില്ലെങ്കിൽ ഭയങ്കര ദുരിതമാണ് മോനെ ഈ വയസ്സാം കാലത്ത്. മനു പറയുന്നു, അതൊക്കെ ശരിയാ, പക്ഷെ ഒരു കാര്യമുണ്ട്, അലീനയ്ക്ക് റെസ്റ്റ് ചെയ്യേണ്ട സമയമാ, അവൾക്ക് ആവശ്യത്തിന് റെസ്റ്റ് കൊടുക്കണം. പൊന്നുമോളോടൊന്ന് പറഞ്ഞേക്കണം. അലീന പറയുന്നു, മനുവേട്ടൻ എന്റെ സൈഡ് ചേർന്ന് സംസാരിക്കല്ലേ മനുവേട്ട, അത് കേൾക്കുമ്പോൾ മാഡത്തിന് എന്നോട് ദേഷ്യം കൂടുകയുള്ളൂ. മനു ചോദിക്കുന്നു, പിന്നെ ഞാൻ ആരുടെ സൈഡിൽ നിൽക്കണം, തെറ്റ് ചെയ്തവരുടെയോ? അപ്പോൾ അലീന പറയുകയാണ്, എനിക്ക് വേണ്ടി പറഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാകത്തില്ല. അലീനെ കൊണ്ട് ശരിക്കും പണിയെടുപ്പിക്കണം. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് സുഖിച്ചിട്ട് വന്നവളാ, ഒരു മിനിറ്റ് വെറുതെ ഇരിക്കാൻ സമ്മതിക്കരുത് എന്ന് മനുവേട്ടൻ മാഡത്തിനോട് പറഞ്ഞു നോക്ക്, അപ്പൊ എനിക്ക് കുറച്ച് ഇളവ് ചെയ്തു തരും. മനു പറയുന്നു, നീ മാഡത്തിന്റെ സൈക്കോളജി ഒക്കെ ബൈഹാർട്ടാക്കി വെച്ചിരിക്കുകയാണല്ലേ? പുഞ്ചിരിച്ച അലീന പറയുന്നു, കുറെ നാളായില്ലേ ഞാനിവിടെ. മനു ചോദിക്കുന്നു, നിന്റെ ഫോൺ എവിടെ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അലീന പറയുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നോക്കിയപ്പോൾ അത് കാണാനില്ല. മനു പറയുകയാണ്, അത് അവന്മാര് നശിപ്പിച്ചു കാണും, അല്ലാതെ എവിടെ പോകാനാ? ഇത് കേട്ട് അലീന ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സംശയത്തോടു കൂടി മുത്തശ്ശി ചോദിക്കുന്നു, അവന്മാരോ? ആര്? മനു ഒന്ന് പതറി അലീനയെ നോക്കുമ്പോൾ ഒന്നും പറയരുതെന്ന് കണ്ണുകൊണ്ട് കാണിക്കുകയാണ് അലീന. മനു പറയുന്നു, മുത്തശ്ശി, അത് അവളോട് ദേഷ്യമുള്ളവരുണ്ടല്ലോ ഇവിടെ, ഞാൻ അവരുടെ കാര്യമാ പറഞ്ഞത്. അതായത് നിലവിൽ നിനക്കിപ്പം ഫോണില്ല അല്ലേ? ഇല്ല എന്ന് അലീന പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, എന്റെ ഫോൺ ഉണ്ടല്ലോ മനുകുട്ട, നീ വാങ്ങി തന്നതേ, അത് അവൾ എടുത്തോട്ടെ, ഇവൾ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് എന്തിനാ ഫോണ്? അതുപോരെന്ന് മനു ചോദിക്കുമ്പോൾ മതിയെന്ന് തലയാട്ടുകയാണ് അലീന. മനു പറയുന്നു, അപ്പൊ മുത്തശ്ശി ഞാനെന്നാൽ പോകുക. മുത്തശ്ശിയുടെ മോളുണ്ടല്ലോ വൈജയന്തി മാഡം, ഇവളെ പറഞ്ഞയക്കാൻ റെഡിയായിട്ട് നിൽക്കുക. ആണോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മനു പറയുകയാണ്, എപ്പോ പിരിച്ചുവിട്ടാലും അടുത്ത സെക്കൻഡില് ഞാൻ കാറുമായിട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പൊയ്ക്കോളാമെന്നേ ഞാനും അങ്ങ് പറഞ്ഞു. അതൊരു അടി കിട്ടിയതുപോലെ ആയി പോയി ആന്റിക്ക്. ഞാൻ അങ്ങനെ ചെയ്തേക്കുമെന്ന് ഒരു പേടി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഉടനെ പിരിച്ചുവിടലൊന്നും ഉണ്ടാകത്തില്ല, ധൈര്യമായിട്ടിരുന്നോ. മുത്തശ്ശി പറയുന്നു, എന്നോ സോക്കേടാണെന്ന് നോക്കണേ അവൾക്ക്. മനു പറയുകയാണ്, അതിന് വേറൊരു പേരുണ്ട് പച്ച മലയാളത്തില്, പക്ഷേ എനിക്ക് പറയാൻ കൊള്ളത്തില്ല. മുത്തശ്ശി പറയുന്നു, കൃമികടി. ഇത് കേട്ട് ചിരിക്കുകയാണ് മനുവും അലീനയും. കൈകൂപ്പി മനു പറയുന്നു, നമിച്ചു. ചിരിച്ചുകൊണ്ട് മുത്തശ്ശി പറയുന്നു, പിന്നല്ലാതെ, പോട്ടെ. അങ്ങനെ വാതിൽ തുറന്ന് അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്ന മനു അലീനയോട് പറയുന്നു, അതെ, ഫോൺ വിളിച്ചാൽ എടുക്കണം കേട്ടോ. എടുക്കാമെന്ന് അലീന മൂളുമ്പോൾ മനു പറയുകയാണ്, സൗദാമിനി വരട്ടെ, കാണാം. മുത്തശ്ശി പറയുന്നു, കാണാം കാണാം. മനു അവിടെ നിന്ന് പോയതിനു ശേഷം മുത്തശ്ശി പറയുകയാണ്, അവൻ വരുമ്പോൾ കുറച്ച് കാറ്റും വെളിച്ചവും സന്തോഷവും എല്ലാം കൂടി കൊണ്ടുവരുന്നത് പോലെ അല്ലേ മോളെ? അലീന പുഞ്ചിരിച്ച് തലയാട്ടുന്നു. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി പറയുന്നു, ഈശ്വര, ബാങ്കിൽ കിടന്ന പണം ഹോസ്പിറ്റലിൽ
ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തിരിക്കുക. അങ്ങനെ വൈജയന്തി അലീനെ വിളിക്കുമ്പോൾ അവിടേക്ക് വന്ന് അലീന ചോദിക്കുന്നു, എന്താ മാഡം? വൈജയന്തി ചോദിക്കുന്നു, നീ എവിടെയാ? ഇവിടെ ഉണ്ടെന്ന് അലീന പറയുമ്പോൾ കയ്യിലിരിക്കുന്ന പേപ്പേഴ്സ് കാണിച്ചുകൊണ്ട് വൈജയന്തി പറയുകയാണ്, ഇത് കണ്ടോ, നിനക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ ചിലവാക്കിയ എമൗണ്ടിന്റെ ബില്ല്. അലീന ചോദിക്കുന്നു, കുറെ രൂപ പോയല്ലേ? അപ്പോൾ വൈജയന്തി പറയുകയാണ്, ആരുടെ കയ്യിൽ നിന്ന് പോയി? നിനക്ക് നഷ്ടമൊന്നും വന്നില്ലല്ലോ. അലീന പറയുകയാണ്, കുറെ രക്തം നഷ്ടപ്പെട്ടു. അപ്പോൾ വൈജയന്തി പറയുന്നു, അതിന് പകരം വേറെ കിട്ടിയല്ലോ, അതിന്റെയും ബില്ലുണ്ട് ഇതില്. എല്ലാം കൂടി എത്രയായെന്ന് അറിയണ്ടേ? ടോട്ടൽ എല്ലാം കൂടി 1,65,000 രൂപ. അലീന പറയുന്നു, സാറിന്റെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? വൈജയന്തി ചോദിക്കുന്നു, ഇത്രയും തുക നീ ശരിക്കും തിരിച്ചു തരേണ്ടതല്ലേ? അലീന പറയുകയാണ്, തരാൻ എന്റെ കയ്യിൽ ഇല്ലല്ലോ. വൈജയന്തി പറയുകയാണ്, നീ ജോലി ചെയ്ത് ഈ കടം തീർക്കണം. അപ്പോൾ അലീന പറയുന്നു, എന്നെ പിരിച്ചുവിടാൻ പോവുകയാണെന്ന് പറയുന്നത് കേട്ടല്ലോ, അപ്പോഴെങ്ങനെയാ കടം വീട്ടുന്നത്? ഒന്ന് ആലോചിച്ച വൈജയന്തി പറയുന്നു, അതും ശരിയാണല്ലോ. ഒന്നും മേലാത്ത അവസ്ഥയായി. അലീന ചോദിക്കുന്നു, ഞാൻ നിൽക്കണോ പോണോ? അപ്പോൾ വൈജയന്തി പറയുകയാണ്, ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ. ഇപ്പോഴത്തെ കാര്യമാ ചോദിച്ചതെന്ന് അലീന പറയുമ്പോൾ വൈജയന്തി പറയുകയാണ്, ഇവിടെ കുറച്ചു നേരം നിൽക്കൂ, നിനക്ക് പോകാൻ എന്താ ഇത്ര ധൃതി? ഈ മാസത്തെ ശമ്പളം കുറച്ചിട്ട് നോക്കിയാൽ. അങ്ങനെ കാൽക്കുലേറ്ററിൽ കണക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെയാണ് വൈജയന്തി. ഇത് കണ്ട് പുഞ്ചിരിച്ച് വൈജയന്തിയെ തന്നെ നോക്കി നിൽക്കുകയാണ് അലീന. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് ഡ്രാമ റിവ്യൂ. അലീന അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അലീനയെ സഹായിക്കാനായി വരികയാണ് കൃഷ്ണ. സന്തോഷത്തോടു കൂടി കൃഷ്ണയോട് സംസാരിച്ച് പിന്നിൽ നിന്ന് കൃഷ്ണയെ ചേർത്ത് പിടിക്കുകയാണ് അലീന. ഈ സമയം കൃഷ്ണയെ വിളിച്ച് ദേഷ്യത്തോടു കൂടി അവിടേക്ക് വരികയാണ് വൈജയന്തി. അലീന ഞെട്ടി വൈജയന്തിയെ നോക്കുമ്പോൾ കൃഷ്ണ അവരെ ശ്രദ്ധിക്കുകയാണ്. വൈജയന്തി പറയുന്നു, ഈ ജോലി ചെയ്യാനാ ഇവളെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണ പറയുന്നു, ഇവൾക്കിപ്പോ വേണ്ടതേ റെസ്റ്റാ, അതാരും പറഞ്ഞില്ലേ മേഡത്തിനോട്? ഇത് കേട്ടൊന്ന് പതറി ദേഷ്യത്തോടു കൂടി അലീനയെ നോക്കുകയാണ് വൈജയന്തി. തുടർന്ന് റൂമിലേക്ക് വന്ന അലീന മുത്തശ്ശി ഒന്ന് ശ്രദ്ധിച്ചിട്ട് പറയുന്നു, മുത്തശ്ശി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഒന്നുമില്ലെന്ന് മുത്തശ്ശി പറയുമ്പോൾ അലീന പറയുകയാണ്, എന്റെ മനസ്സിലുള്ളത് എന്റെ മനസ്സിലും മുത്തശ്ശിയുടെ മനസ്സിലുള്ളതും അവിടെ തന്നെ ഇരിക്കട്ടെ. അലീന അവിടെ വന്ന് പോയതിനു ശേഷം അവിടേക്ക് വന്ന ബാലചന്ദ്രൻ മുത്തശ്ശിയോട് ചോദിക്കുന്നു, അമ്മയുടെ ഫോൺ എവിടെ? മുത്തശ്ശി ഫോൺ എടുത്ത് ബാലചന്ദ്രന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ ഫോണുമായി ബാലചന്ദ്രൻ റൂമിലേക്ക് പോവുകയും കോൾ റെക്കോർഡ്സ് പരിശോധിക്കുകയുമാണ്. രോഹിതുമായി അലീന ഫോണിൽ സംസാരിച്ചത് കേൾക്കുകയാണ് ബാലചന്ദ്രൻ. എനിക്ക് ഏത് നിമിഷം വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാം, അന്ന് നീയും ഹരിയും കൂടി എന്നോട് ചെയ്തത് എന്താണെന്ന്. അലീനയുടെ വാക്കുകൾ കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ എഴുന്നേറ്റിരിക്കുകയാണ് ബാലചന്ദ്രൻ. രോഹിതും ഹരിയും കൂടി ചേർന്ന് അലീനയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതും സ്വയരക്ഷയ്ക്കായി അലീന കത്രികയെടുത്ത് സ്വയം കുത്തിയതും രോഹിത്തിന്റെയും ഹരിയുടെയും ക്രൂരതയും എല്ലാം തിരിച്ചറിയുകയാണ് ബാലചന്ദ്രൻ. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.